നമസ്കാരം. കേരളത്തിന് അഭിമാന നിമിഷങ്ങളാണ്. വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ നങ്കൂരമിട്ടു. ഈ ദിവസം ഇതുവരെ സംഭവിച്ച വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ന്യൂസ് ലഞ്ച് തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ. വിഴിഞ്ഞത്ത് സ്വപ്ന സാക്ഷാത്കാരം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയിൽ ആദ്യ കപ്പൽ നങ്കൂരമിട്ടു. സാൻ ഫെർണാണ്ടോ മദർഷിപ്പിന് വാട്ടർ സല്യൂട്ട് നൽകി വരവേൽപ്പ്. ട്രയൽ റൺ ഉദ്ഘാടനവും ഔദ്യോഗിക സ്വീകരണവും നാളെ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം. മലയാളികൾക്ക് അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷമെന്ന് മന്ത്രി വി എൻ വാസവൻ. പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ് വിഴിഞ്ഞം പദ്ധതി. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട്. ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെയാണ് ഈ ചരിത്ര നിമിഷത്തെ നോക്കിക്കാണാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതൊരു അഭിമാന നിമിഷമാണ്. നമ്മളെ എല്ലാം സംബന്ധിച്ചോളം ഏറെ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണിത്. സംസ്ഥാനത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരവുമായി സർക്കാർ. താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു. മലപ്പുറത്ത് 74 സ്കൂളുകളിലായി 120 താൽക്കാലിക ബാച്ചുകൾ. കാസർഗോഡ് 18 താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നതിൽ സർക്കാരിന് 14 കോടിയുടെ അധിക ബാധ്യതയെന്ന് മന്ത്രി. 120 ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാവുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ 18 സർക്കാർ സ്കൂളുകളിലായി 18 ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കാവുന്നതാണ്. ഇനി പറയും പ്രകാരം താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഉചിതമാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും മന്ത്രി എം പി രാജേഷും തമ്മിൽ വാക്പോര്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിന് പുച്ഛമെന്ന് മന്ത്രി. പ്രതിപക്ഷ നേതാവിന്റേത് സമ്മർദ്ദതന്ത്രം. ആദരവ് പ്രതിപക്ഷ നേതാവ് ദുരുപയോഗിക്കുന്നുവെന്നും എം പി രാജേഷ്. തന്റെ മേൽ ധാർഷ്ട്യം എന്ന ചാപ്പ കുത്തേണ്ടെന്ന് വി ഡി സതീശന്റെ മറുപടി. എക്സൈസ് വകുപ്പിനെതിരായ അഴിമതി ആരോപണം കൊണ്ടുവന്ന ശേഷമാണ് മന്ത്രി തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്നും വി ഡി സതീശൻ. തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് പറഞ്ഞാൽ, സ്പീക്കർ എന്ന നിലയിൽ പറഞ്ഞാൽ ഞാനത് മാറ്റാം. പ്രതിപക്ഷ നേതാവിനോട് അങ്ങേയറ്റത്തെ ആദരവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ആദരവ് നിഷേധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ദുരുപയോഗിക്കുന്ന തരത്തിൽ അദ്ദേഹം പലപ്പോഴും പെരുമാറുന്നു എന്നത് ഖേദത്തോടു കൂടി പറയേണ്ടി വരികയാണ്. പാർലമെന്ററി കാര്യമന്ത്രി സ്പീക്കറായി പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കാൻ വരണ്ട. വളരെ ആരോഗ്യകരമായൊരു സംവാദത്തിൽ ചേരുന്നു. വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര കുടിയേറ്റ വിഷയത്തിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. വിദ്യാർത്ഥികളുടെ കുടിയേറ്റം പൂർണ്ണമായി തടയുവാൻ സാധിക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനമൊട്ടാകെ വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസികളായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ്. രക്ഷപ്പെട്ടു പോയാൽ മതിയെന്ന് യുവതലമുറ വിശ്വസിക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. നീറ്റ് ക്രമക്കേടിൽ അന്വേഷണ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച CBI. നൽകിയത് ബീഹാർ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ അന്വേഷണ റിപ്പോർട്ട്. ചോദ്യപേപ്പർ ചോർച്ച പ്രാദേശികമായി നടന്നതാണെന്നും ക്രമക്കേട് വ്യാപകമല്ലെന്നും റിപ്പോർട്ടിൽ. പ്രമോദ് കോട്ടൂളി ശ്രമിച്ചത് PSC ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടാനെന്ന് പാർട്ടി വിലയിരുത്തൽ. പണം നൽകിയത് വനിതാ ഹോമിയോ ഡോക്ടർ. ഉന്നത ഇടപെടലിലൂടെ ജോലി ഉറപ്പാക്കാമെന്ന് പ്രമോദ് വാക്ക് നൽകി. പ്രമോദ് നേരിട്ട് പണം കൈപ്പറ്റിയില്ലെന്നും ഇടനിലക്കാരൻ മുഖേനയെന്നും പാർട്ടി വിലയിരുത്തൽ. യുദ്ധത്തിന് പകരം ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തത് ശ്രീബുദ്ധനെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈകാതെ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്നും വിയന്നയിലെ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ മോദി.
കൊല്ലത്ത് സ്വകാര്യ ബാങ്കിന്റെ പേരിൽ 50 കോടിയുടെ തട്ടിപ്പ്. ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡിന്റെ തട്ടിപ്പിനിരയായത് ഭൂരിഭാഗവും സ്ത്രീകൾ. തട്ടിപ്പ് നടത്തിയത് വലിയ പലിശ വാഗ്ദാനം നൽകി പണം സ്വീകരിച്ച്. കമ്പനി ഉടമ രാം സുദർശനെ പിടികൂടാതെ പോലീസ്. തട്ടിപ്പ് നടത്തിയ പണം തമിഴ്നാട്ടിലെ കമ്പനികളിലേക്ക് മാറ്റി. നിയമങ്ങൾ കാറ്റിൽ പറത്തി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരി നടത്തിയ ജീപ്പ് യാത്രയിൽ നടപടി. ജീപ്പ് കസ്റ്റഡിയിലെടുത്ത് പോലീസ്. വാഹനം മലപ്പുറത്ത് നിന്ന് പനമരത്തെത്തിച്ചത് ഇന്ന് പുലർച്ചെ. നടപടി ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ. പ്രവൃത്തി ദിനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുപ്പിച്ച UDF. സംഭവം വടകര MP ഷാഫി പറമ്പിലിന്റെ ജാഥയിൽ. ചിക്കോന്ന് ഈസ്റ്റ് MLP സ്കൂളിലെ വിദ്യാർത്ഥികളെ ജാഥയിൽ പങ്കെടുപ്പിച്ചത് നട്ടുച്ച സമയത്ത്. അധ്യാപകർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി SFI. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. പെരുമ്പാവൂരിൽ നൂറുൽ ഹുദ മസ്ജിദിൽ നടക്കുന്ന ബാലവിവാഹത്തിൽ നടപടി. ഗൗരവമേറിയ വിഷയമെന്ന് ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ന്യൂസ് മലയാളത്തോട്. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. എറണാകുളം DCPയോട് റിപ്പോർട്ട് തേടി. വിഷയത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ. പനിച്ച് വിറച്ച് കേരളം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മാത്രം പുതുതായി പനിക്ക് ചികിത്സ തേടിയത് 13,000-ലേറെ പേർ. പനിബാധിതർ കൂടുതൽ മലപ്പുറത്ത്. തിരുവനന്തപുരത്ത് 2 പേർക്ക് കോളറ. ആരോഗ്യ ജാഗ്രതയിൽ കേരളം. മലപ്പുറം വഴിക്കടവിൽ ഒരാൾക്ക് H1N1 സ്ഥിരീകരിച്ചു. രോഗം റിപ്പോർട്ട് ചെയ്തത് വഴിക്കടവ് പഞ്ചായത്തിലെ 16, 17 വാർഡുകളിൽ. രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി ഇന്ന് പഞ്ചായത്ത് ഹാളിൽ യോഗം. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ജൂലൈ 1 മുതൽ 7 വരെ ജില്ലയിൽ 12 പേർക്ക് രോഗബാധ. ഇന്റർനാഷണൽ ജെൻ AI കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. കേരളത്തെ ജൻ ഹബ്ബായി ഉയർത്തുന്നതിലെ നാഴികക്കല്ലെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി. രാജ്യത്തിനും കേരളത്തിനും ചരിത്ര നിമിഷം. പുതിയ സംരംഭങ്ങൾക്ക് കേരളം നൽകുന്ന പരിഗണനയുടെ ഉദാഹരണമാണെന്നും പിണറായി വിജയൻ. പ്രധാനപ്പെട്ട ചില ടൂറിസം കേന്ദ്രങ്ങളിൽ ശുചിമുറി സംവിധാനമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പലതും വനം വകുപ്പുമായി ബന്ധപ്പെട്ടതെന്നും മന്ത്രി. വനം വകുപ്പിന്റെ സ്ഥലത്ത് നിർമ്മാണങ്ങൾ സാധ്യമല്ല. വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മുഹമ്മദ് റിയാസ്.